നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നത് കൂടി വന്നാൽ 1-2 കൊല്ലം മാത്രമാണ്. ഏകദേശം 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പുതിയ മൊബൈലിനായിട്ട് നിലവിലുള്ള മൊബൈൽ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കുന്നു. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായിരിക്കാം മൊബൈൽ കൈമാറ്റം ചെയ്യുക. ഒരുപക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് നമ്മൾ പുതിയ മൊബൈൽ വാങ്ങിയേക്കാം. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന മൊബൈലിൽ നിങ്ങളുടെ ഫോട്ടോയോ മറ്റു സ്വകാര്യ വീഡിയോകളോ എന്തെങ്കിലും കോപ്പി ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ, നിങ്ങളത് വെറുതെ ഡിലീറ്റ് ചെയ്തിരുന്നു എങ്കിൽ കൂടി ആളുകൾക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കും. ഒരു നല്ല മൊബൈൽ ടെക്നീഷ്യനെ, നല്ലൊരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ആ മൊബൈലിൽ ഉപയോഗിച്ചിരുന്ന ഡാറ്റകൾ തിരിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ എങ്ങനെ നിങ്ങൾ വാങ്ങുന്ന കണ്ടീഷനിൽ, അതായത് നിങ്ങൾ കടയിൽ നിന്നും വാങ്ങിയ അതേ കണ്ടീഷനിലേക്ക് റീസെറ്റ് ചെയ്യാം അഥവാ ഫോർമാറ്റ് ചെയ്യാം എന്നാണ്. പ്രത്യേകം ഓർക്കുക, ഫോർമാറ്റ് ചെയ്താലും 100% വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ച പ്രശസ്തമായ ഒരു ആൻറ്റിവൈറസ് കമ്പനി ഫോർമാറ്റ് ചെയ്യുകയും ഫയൽ ഷ്രെഡർ എന്ന ഫയലുകൾ പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യുന്ന, അതായത് റിക്കവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തിരിച്ചെടുക്കാനാവാത്ത വിധം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫയൽ ഷ്രെഡർ എന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത ഒരു മൊബൈലിൽ നിന്ന് പോലും ഡാറ്റകൾ തിരിച്ചെടുക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതൊന്നും 100% വിശ്വസിക്കത്തക്കതല്ല. എങ്കിൽ കൂടി നമ്മൾ ഫാക്ടറി കണ്ടീഷനിലേക്ക് റീസെറ്റ് ചെയ്താൽ അഥവാ ഫോർമാറ്റ് ചെയ്താൽ ഒരു സാധാരണക്കാരന് നിങ്ങളുടെ വിലപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. എന്നാലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, അത്തരം മൊബൈലുകൾ, നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, അത്രയും പ്രധാനപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ ഉള്ള ഒരു ഫോണാണെങ്കിൽ നമുക്ക് പണത്തേക്കാൾ വലുത് നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് ആ ഫോണും അതിൽ ഉപയോഗിച്ചിരുന്ന മെമ്മറി കാർഡും നശിപ്പിച്ചു കളയാൻ ആണ് ഞാൻ നിങ്ങളോട് പറയുക. കാരണം പണം നമുക്ക് പിന്നീട് ഉണ്ടാക്കാം, അഭിമാനം ചിലപ്പോൾ തിരിച്ചെടുക്കാനാവില്ല, ഉണ്ടാക്കാനും ആവില്ല. തൽക്കാലം നമുക്ക് എന്തായാലും എങ്ങനെ ഒരു മൊബൈൽ ഫോർമാറ്റ് ചെയ്യാം എന്ന് പഠിക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സെറ്റിംഗ്സ് മെനു എടുക്കുക. നമുക്കൊരു മൊബൈൽ ഫോർമാറ്റ് ചെയ്യാൻ ഷോർട്ട് കോഡുകൾ ഉപയോഗിക്കാം. എങ്കിൽ തന്നെ അത് പലതിനും വ്യത്യസ്തമായതിനാൽ ഞാനിവിടെ കോമൺ ആയിട്ട് ചില ഫോണുകളിൽ ഉള്ള സെറ്റിംഗ്സ് വഴി ഫോർമാറ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളുടെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് എന്നതിൽ സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങൾ മൂന്നാമത്തെ ടാബായ അക്കൗണ്ട്സ് എന്നത് സെലക്ട് ചെയ്യുക. ചിലതിൽ ടാബ് അനുസരിച്ചായിരിക്കില്ല. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റിംഗ്സിൽ ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്ന് കാണാനാകും. നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ മൊബൈൽ റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡാറ്റ ബാക്കപ്പ് എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അതായത് വൈഫൈയുടെ വിവരങ്ങൾ, നിങ്ങളുടെ മറ്റു പാസ്വേഡുകൾ, ചിലപ്പോൾ ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് ബാക്കപ്പ് എടുത്തു വയ്ക്കാൻ സാധിക്കും. അത് വീണ്ടും റീസ്റ്റോർ ചെയ്യാനും സാധിക്കും. അതായത് തിരികെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. പക്ഷേ നമ്മളൊരു പ്രോബ്ലം കൊണ്ടാണ് എപ്പോഴും ഫോർമാറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് വല്ല ഫോൺ സ്ലോ ആവുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ആ ബാക്കപ്പ് ഡാറ്റ ഉപയോഗിച്ച് റീസ്റ്റോർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ആവുന്ന ഫയൽ ഉണ്ടാവുക. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ബാക്കപ്പ് മൈ ഡാറ്റ എന്നത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് ബാക്കപ്പ് എടുക്കേണ്ടവർക്ക് മാത്രം ബാക്കപ്പ് ഡാറ്റ സെലക്ട് ചെയ്യാം. നോക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ സെർവറിൽ നിന്നും ഡിലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ബാക്കപ്പ് മൈ ഡാറ്റ എന്നത് സെലക്ട് ചെയ്യുക. അതിന് താഴെ ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്നത് സെലക്ട് ചെയ്യുക. പ്രത്യേകം ഓർക്കുക, ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയലുകളൊന്നും തിരിച്ചെടുക്കാനാവില്ല. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് റീസെറ്റ് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഡിലീറ്റ് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഫോൺ റീസ്റ്റാർട്ട് ആവും. തുടർന്ന് നിങ്ങളുടെ ഫോണിലെ എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. സ്വല്പനേരം വെയിറ്റ് ചെയ്യുക. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കുറച്ച് നേരത്തിനുള്ളിൽ റീസ്റ്റാർട്ടായിട്ട് എല്ലാ ഫയലുകളും അതിൽ നിന്നും ഡിലീറ്റായി നമ്മൾ ഒരു മൊബൈൽ ആദ്യമായിട്ട് വാങ്ങിയപ്പോൾ, ആ മൊബൈൽ ആദ്യമായിട്ട് വാങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നോ അതേ കണ്ടീഷനിലേക്ക് റീസെറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.